ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ നമ്മളെന്ന് പറയുന്നത് ഞാനും കുഞ്ഞിപ്പെണ്ണും മാത്രമേ ഉള്ളൂ, ഏട്ടനില്ല കേട്ടോ. അപ്പം കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ടായിരുന്നു. വലിയ ലഗേജൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ലഗേജേ ഉള്ളൂ. പക്ഷേ അതിലൊന്ന് രണ്ട് സാധനങ്ങൾ മസ്റ്റായിട്ട് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ എവിടേക്ക് പോകാൻ നെസ്റ്റോയിലേക്ക് പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ദെൻ നമ്മൾ വേഗം പോകാൻ, കാരണം അന്ന് ഈവനിങ് ഏട്ടന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം അന്നും കൂടി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ചടപടാന്ന് ചെയ്യുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണും അച്ഛനും അവിടെ ഭയങ്കരമായ കളിയിലാണ്. ഏട്ടനില്ല ദിവസം കുഞ്ഞിപ്പെണ്ണ ഏട്ടൻ ഹാൻഡിൽ ചെയ്തോളൂ. അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു സൈഡിലേക്ക് വലിയ രീതിയിൽ നോക്കേണ്ടി വരില്ല. എന്നാലും ചില സമയത്ത് അവളെ ഡിമാൻഡ് ചെയ്യും എന്നെ വേണം എന്നുള്ള രീതിയിൽ. പക്ഷേ അച്ഛനോ ഏട്ടനുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചോളൂ കൂടെ. ഓക്കെ, അപ്പം ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ നെസ്റ്റോയിലേക്ക് പോകാൻ നിൽക്കുവാണ്. ഓക്കെ, കുഞ്ഞിപ്പെണ്ണോട് ഞാൻ എന്തോ ആ സമയത്ത് സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഈ ഒരു ട്രോളി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറി ഇരുന്ന് കളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഫുൾ വാശിയായിരിക്കും. ഞാൻ പിന്നെ നേരെ പോയി ചെടിക്കൊക്കെ വെള്ളമൊഴിച്ച് ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പുട്ടും പഴമായിരുന്നു. പഴം കുറേ ഇട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പുട്ടും പഴവും കഴിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞിപ്പെണ്ണ് വരുന്നുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് ഏട്ടൻ കുറച്ച് കൊടുത്തു, അപ്പോൾ കുറച്ച് കഴിച്ചു, വീണ്ടും താഴെ ഇറങ്ങി. ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂഷ്വലി കുറച്ച് നേരം, ഫുൾ ടൈം അല്ല എന്നാലും കുറച്ച് നേരം ടി വി വെച്ച് കൊടുക്കാറുണ്ട് കുഞ്ഞിന്. കാരണം ഏട്ടനില്ലാത്ത സമയത്ത് എനിക്ക് അടുക്കളയിൽ എന്തെങ്കിലും പണിയെടുക്കണമെങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടുപോകാറേ ഇല്ല കുഞ്ഞിപ്പെണ്ണ. പക്ഷേ എനിക്ക് പേടിയാണ് അടുക്കളയിൽ കൊണ്ടുപോകാൻ, എന്തെങ്കിലും വലിച്ചാലോ പിടിച്ചാലോ എന്ന് വെച്ചിട്ട്. സോ ഞാൻ ടി വി വെച്ച് കൊടുക്കും ആ സമയത്ത്. ഇപ്പോൾ ഇവിടെ വോക്കറിൽ ഇരുത്തി കഴിഞ്ഞാൽ താഴെ വീഴുമില്ല, കുറച്ച് നേരം അവിടെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ അവൾ ടി വിൻ്റെ റിമോട്ട് എറിഞ്ഞ് പൊളിച്ചു. അതുകൊണ്ട് ടി വി വെക്കലും നടക്കുന്നില്ല, അതുകൊണ്ട് ആകപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. കറിയൊന്നും ഇല്ലാത്ത കാരണം കഴിക്കാൻ ഒരു മടിയായിരുന്നു. എനിക്കാണെങ്കിൽ കുറേ കറിയൊക്കെ കൂട്ടി ഇങ്ങനെ എരിഞ്ഞിട്ടൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. ഏട്ടന് പിന്നെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഏട്ടന് എന്ത് കൊടുത്താലും കഴിക്കും. അങ്ങനെ വലിയ ടേസ്റ്റിൽ ഉണ്ടാക്കണം അങ്ങനെയൊന്നുമില്ല, എന്ത് കൊടുത്താലും കഴിക്കും. പഴം ഏട്ടന് ഇഷ്ടമാണ് പുട്ടിൻ്റെ കൂടെ. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ പുറത്ത് പോകാനുള്ളതുകൊണ്ട് പിന്നെ അതുണ്ടാക്കി അതിൻ്റെ പാത്രമൊക്കെ കഴുകി വരുമ്പോഴൊക്കെ തന്നെ ഉച്ചയാവും. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു പഴത്തിൽ ഒതുക്കിയത്. ദെൻ അതിന് ശേഷം ഞാൻ വേഗം വന്ന് ഫേസൊക്കെ വാഷ് ചെയ്തു, മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീം ഇട്ടു. ഈ 2 സംഭവം മാത്രമാണ് ഞാൻ യൂഷ്വലി പുറത്ത് പോകുമ്പം. ചില സമയത്ത് സിറം യൂസ് ചെയ്യും, ഭയങ്കരമായിട്ട് സ്കിന്നിന് ഡ്രൈ ആയിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഈ 2 ഡോക്ടർ ഷെത്തിൻ്റെ ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഡോക്ടർ ഷെത്തിൻ്റെ തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഞാൻ യൂസ് ചെയ്യും. അതിട്ടിട്ടേ ഞാൻ പുറത്ത് പോകാറുള്ളൂ. ഈവൻ ഞാൻ നൈറ്റിൽ വരെ സൺസ്ക്രീം ഇടുന്ന ആളാണ്. കാരണം അതെനിക്ക് എന്തൊരു ഭയങ്കര, എനിക്ക് അതും കൂടി ഇട്ടാലേ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ മുഖത്തിനൊരു തോന്നാറുള്ളൂ. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാറില്ല ആ 2 സ്റ്റെപ്പും. ഇതെന്താ നമ്മൾ പോവാണ്. എല്ലാം ഒന്നും ചെയ്തിട്ടില്ല, അപ്പം എല്ലാം ഇപ്പം ചെയ്യണം. അതിന് മുന്നേ ഒന്ന് നെസ്റ്റോയിൽ പോകണം, കുറച്ച് സാധനം കൂടി മേടിക്കാനുണ്ട്. അപ്പം ബാക്കി നമുക്ക് നേരെ ഏട്ടൻ്റെ അടുത്തേക്ക് പോവാം. ഏട്ടനും കുഞ്ഞും അവിടെ എന്തോ കളിച്ചുകൊണ്ടിരിക്കാൻ നോക്കിയിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ റെഡിയായി, നമ്മൾ നെസ്റ്റോയിലേക്ക് പോകാൻ പോവാണ്. ഏട്ടനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനും കുഞ്ഞും ജിജിയായി. നമ്മളിനി ടാറ്റ പോകണാണല്ലേ. അങ്ങനെ നമ്മളിതാ നെസ്റ്റോയിലെത്തിയിരിക്കുന്നു ഗായ്സ്. എന്തുകൊണ്ടും നല്ലത് ഈ ഒരു രാവിലെ ഒരു 1 o'clock രാവിലെ അല്ല, ഉച്ചയ്ക്ക് മുന്നേ വരുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം കണ്ടോ, ഒരു മനുഷ്യനുമില്ല. സാധാരണ നമ്മൾ വൈകുന്നേരമാണ് എപ്പോഴും എല്ലാ പണിയും കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് വരുന്നത്. ആ സമയത്താണെങ്കിൽ അവിടെ ഉന്തും തള്ളുമാണ്, ഒന്നും എടുക്കാനും പറ്റില്ല. ഫ്രഷ് ആയിട്ടുള്ളൊരു സാധനം കിട്ടത്തുമില്ല. ട്രോളിയൊന്നും ഇങ്ങോട്ട് ഉന്തി കൊണ്ടുപോകാൻ പോലും പറ്റില്ല. പക്ഷെ ഇന്ന് ഭയങ്കര ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര എല്ലാം നല്ല സാധനങ്ങൾ കിട്ടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റിയല്ല.
അങ്ങനെ അതെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഏട്ടന് ഈ ഒരു സാലഡ് എന്തായാലും മസ്റ്റായിട്ട് ഏട്ടനെടുക്കും. ഒരു മിക്സഡ് ഫുഡ് ആൻഡ് വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് പിന്നെ ബോയിൽഡ് ബ്രസ്റ്റ്, അതായത് എഗ് ബ്രസ്റ്റ് എന്ന് പറയും, ചിക്കൻ ബ്രസ്റ്റും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും എടുക്കും. അതെന്തായാലും മാൻഡേറ്ററി ആണ് ഏട്ടന്. നെക്സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതെന്തായാലും എടുക്കാതെ പുള്ളിക്കാരൻ പോവില്ല. പിന്നെ ഞാനും അതിൽ കുറച്ച് മാട്ടും, എന്നാലും അതെ ഏട്ടൻ എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ കുറേ സാധനമൊന്നും ഉണ്ടായില്ല, ഇച്ചിരി ഉണ്ടായാലും വാങ്ങി ഇതേ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ ആൻഡ് എയർപോർട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.